ഇന്ന് നമ്മൾ ചെയ്യുന്നത് മിസ്ലേനിയസ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഷോ ദാറ്റ് ഇഫ് എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി ദെൻ സി മൈനസ് ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് സി മൈനസ് എ. അപ്പോൾ നമുക്ക് എ ബിയുടെ സബ്സെറ്റ് ആണ് എങ്കിൽ സി മൈനസ് ബി സി മൈനസ് എയുടെ സബ്സെറ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഗിവൺ ചെയ്തിട്ടുള്ളത് എന്താണ്? എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്ന് ഗിവൺ ചെയ്തിട്ടുണ്ട്. അതായത് എയിലെ എല്ലാ എലമെൻറ്റുകളും എവിടെ കാണും? ബിക്കകത്ത് കാണും. പക്ഷേ ബിയിലെ എല്ലാ എലമെൻറ്റുകളും എയിൽ കാണണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്ന് വെച്ചാൽ എയിലെ എല്ലാ എലമെൻറ്റുകളും ബിയിലുണ്ട്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് സി മൈനസ് ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് സി മൈനസ് എ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? സി മൈനസ് ബിയിലെ എല്ലാ എലമെൻറ്റുകളും എവിടെ കാണും? സി മൈനസ് എയിൽ കാണും. അപ്പോൾ നമുക്ക് അതായത് എക്സ് ബിലോങ്സ് ടു സി മൈനസ് ബി എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ലെറ്റ് എക്സ് ബിലോങ്സ് ടു സി മൈനസ് ബി അല്ലേ? അതായത് എക്സ് സി മൈനസ് ബിയിലുണ്ട്. അപ്പോൾ സി മൈനസ് ബി സി മൈനസ് എയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് എക്സ് എവിടെയും കാണണം? സി മൈനസ് എയിലും കാണണം. അപ്പോൾ സി മൈനസ് എയിലും ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. സി മൈനസ് ബി എന്ന് വെച്ചാൽ എന്താണ്? സിയിൽ നിന്ന് ബിയിൽ എല്ലാ എലമെൻറ്റുകളെയും മാറ്റിക്കളയുക. അതാണ് സി മൈനസ് ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ് സി മൈനസ് ബിയിലുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് സിയിലുണ്ട് ബിയിലില്ല അല്ലേ? അതായത് നമ്മൾ സിയിൽ നിന്ന് ബിയിലെ എല്ലാ എലമെൻറ്റുകളെയും മാറ്റിക്കളയുന്നതാണ് സി മൈനസ് ബി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒന്ന് എഴുതി കാണിക്കാം. സി ഈസ് ഈക്വൽ ടു 3,4, ബി ഈസ് ഈക്വൽ ടു 4, 5, 6. അപ്പോൾ സി മൈനസ് ബി എന്ന് വെച്ചാൽ എന്താണ്? സി മൈനസ് ബി എന്ന് വെച്ചാൽ സിയിൽ നിന്ന് ബിയിലെ എലമെൻറ്റിനെ മാറ്റിക്കളയുന്നത്. അതായത് 4 മാറ്റിയിട്ട് നമുക്ക് 3 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ 3 എവിടെയുണ്ട്? സിയിലുണ്ട്. പക്ഷേ 3 എവിടെ ഇല്ല? ബിയിലില്ല. മനസ്സിലായല്ലോ? ഇതാണ് ഞാനിവിടെ പറഞ്ഞത്. എക്സ് ബിലോങ്സ് ടു സി മൈനസ് ബി എന്ന് വെച്ചാൽ എക്സ് ബിലോങ്സ് ടു സി ബട്ട് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? എക്സ് ബിലോങ്സ് ടു സി ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. ഇനി നമുക്കിവിടെ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്ന് നമുക്കിവിടെ ഒരു ഹിൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എ ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എയിലുള്ള എല്ലാ എലമെൻസുകളും എവിടെ കാണും? ബിയിൽ കാണും. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സ് എവിടെ ഇല്ല? ബിയിലില്ല. എക്സ് ബിയിലില്ലെങ്കിൽ എവിടെയും കാണത്തില്ല? എയിലും കാണത്തില്ല. കാരണം എന്താണ്? എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. മനസ്സിലായോ നിങ്ങൾക്ക്? എ ബിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് എയിലുള്ള എല്ലാ എലമെൻസുകളും ബിയിൽ കാണും. അപ്പോൾ എക്സ് ബിയിലില്ലെങ്കിൽ എവിടെയും കാണത്തില്ല? എയിലും കാണത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? എക്സ് ബിലോങ്സ് ടു സി ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ. എന്തുകൊണ്ടാണ് റീസൺ? എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. ഇത് നമുക്കിവിടെ ഗിവൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ എന്തെഴുതാം? എക്സ് നോട്ട് ബിലോങ്സ് ടു എ എന്നെഴുതാം. അപ്പോൾ എക്സ് ബിലോങ്സ് ടു സി ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? എക്സ് ബിലോങ്സ് ടു സി മൈനസ് എ എന്നെഴുതാം. എക്സ് ബിലോങ്സ് ടു സി മൈനസ് ബി ഇവിടെ എഴുതിയത് നിങ്ങൾ കണ്ടല്ലോ. എക്സ് ബിലോങ്സ് ടു സി മൈനസ് ബി എന്ന് വെച്ചാൽ എക്സ് സിയിലുണ്ട് ബിയിലില്ല. അപ്പോൾ ഇവിടെ നമുക്ക് സിയിലുണ്ട് എയിലില്ല എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് സി മൈനസ് എയിലുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ചെയ്തു വന്നപ്പോൾ എന്ത് കിട്ടി? എക്സ് ബിലോങ്സ് ടു സി മൈനസ് എ എന്ന് കിട്ടി. അപ്പോൾ എക്സ് ബിലോങ്സ് ടു സി മൈനസ് ബി ചെയ്തു വന്നപ്പോൾ നമുക്ക് എക്സ് ബിലോങ്സ് ടു സി മൈനസ് എ. എക്സ് സി മൈനസ് ബിയിലുമുണ്ട്, എക്സ് സി മൈനസ് എയിലുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സി മൈനസ് ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് സി മൈനസ് എ. അതായത് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് വെച്ചാൽ എയിലെ എലമെൻറ്റ് ബിയിലുമുണ്ട്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് സി മൈനസ് ബിയിലുമുണ്ട്, സി മൈനസ് എയിലുമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സി മൈനസ് ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് സി മൈനസ് എ എന്ന് പറയാം. ഹെൻസ് പ്രൂവ്ഡ്. നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.